വെഡിങ് ആനിവേഴ്സറി ആയിട്ട് രാവിലെ തന്നെ ബീച്ചിൽ പോയി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടുവന്നു. ഗിഫ്റ്റായിട്ട് തന്നെ സ്ട്രൈറ്റ്നർ വെച്ച് നമ്മുടെ മുടിയൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുത്ത് ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടി ലുലു പോയി. ഈ കാർ ഇങ്ങനെ ഇട്ടേക്കണതുകൊണ്ട് ഞങ്ങൾക്ക് വാതിലൊന്നും തുറക്കാൻ പറ്റില്ല. ആരാണാവോ കാറ് പാർക്ക് അറിയാൻ പാടാണ്ട് ഞങ്ങളെയും കൂടി ബുദ്ധിമുട്ടിച്ച്. മൈ ഹസ്ബൻഡ് ഹാസ് വായനാശീലം. സോ അവനൊരു ബുക്കടെ കയറി ബുക്കുകളൊക്കെ നോക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാപ്ടോപ്പ് വാങ്ങണ പേരിൽ ലുലുവിൽ വന്ന് അവിടെയൊക്കെ കുറേ സർക്കിട്ടിരുന്നു. ഞങ്ങൾ നൈസായിട്ട് വേറെ സാധനങ്ങളൊക്കെ നോക്കി കിടക്കിയത്. അതിന് ഹൈപ്പർ മാർക്കറ്റിൽ വന്നപ്പോഴത്തേക്കും ഈ നൈസ് ഹൽവ എന്ന കടയിൽ നിന്ന് ഞങ്ങൾ ഹൽവ വാങ്ങിച്ചു. അയ്യോ ഇത് ടേസ്റ്റായിരുന്നു. പിന്നെ അവിടെ നല്ല ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഡെക്കാത്തലോണിൽ പോയിട്ട് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ വീട്ടിൽ കൊണ്ടുവന്നു. അതിന് വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം എനിക്കൊരു ട്രൈപോഡ് വന്നിട്ട് അതിൻ്റെ ABCD പോലും അറിയാൻ പാടില്ല, തുറക്കാൻ വേണ്ടി കഷ്ടപ്പെടായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായി. അതിന് പോയിട്ട് ഞങ്ങൾ നെയ്ച്ചോറും ബീഫും കഴിക്കാണ്ട് സദ്യ കഴിച്ചു. പക്ഷേ സദ്യയായിരുന്നു അടിപൊളി, സ്കിഡിലെ സദ്യയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി കുറേ നാളത്തെ കണ്ടത്. അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി ചിരിയും കളിയും കാണിക്കണമാണ്. ഒരുത്തി അവിടെ ഫ്രണ്ടിൽ ഊബറേട്ടൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് ഒന്ന് ചില്ലിയുണ്ട്. പിന്നെ കുറേ ഫോട്ടോഗ്രാഫർ, ഞങ്ങളുടെ മെയിൻ ഫോട്ടോഗ്രാഫറാണ് അഞ്ജനി. അവൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് തന്ന് അമ്മുൻ്റെ വീട്ടിലോട്ട് പോയി. കുറേ നാളത്തെ കണ്ടായിരുന്നുണ്ട് ലോഡുണ്ടായി പറയാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഗോസിപ്പുകളൊക്കെ പറഞ്ഞ് എല്ലാവരും പഴമരിങ്ങിച്ച് വീട്ടിൽ പോകുന്ന അത്രയുള്ളൂ. ബായ്.